ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് സെമസ്റ്ററിലെ ഫസ്റ്റ് മൊഡ്യൂളായ ട്രിഗ്നോമെട്രിക് 1-ലെ ഒരു റിവിഷൻ വീഡിയോ ആണ്. അതായത് അതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, if sin theta is equal to 5/13, theta is acute, find other t functions. അപ്പോൾ നമുക്ക് സൈൻ തീറ്റ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും എന്തായാലും പഠിച്ചു വെക്കണം. ഏതെങ്കിലും ഒരു ട്രിഗ്നോമെട്രിക് റേഷ്യോ തന്നാൽ ബാക്കിയുള്ള ട്രിഗ്നോമെട്രിക് റേഷ്യോ കാണാൻ. അപ്പോൾ അതെങ്ങനെ ചെയ്യാം? ആദ്യം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരക്കാം. ഏതൊരു റേഷ്യോ തന്നാലും റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ് കിട്ടും. ആ രണ്ട് സൈഡ് അടയാളപ്പെടുത്താം. അപ്പോൾ നമ്മൾ ഇതിന് തീറ്റ എന്ന് കൊടുത്താൽ സൈൻ തീറ്റ ഈക്വൽ ടു 5/13 എന്ന് പറഞ്ഞു. അപ്പോൾ 5 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ്, 13 എന്ന് പറയുന്നത് അതിൻ്റെ ഹൈപ്പോട്ടനസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? അഡ്ജസൻറ്റ് സൈഡ് ഈക്വൽ ടു 13 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ ഈക്വൽ ടു 169 മൈനസ് 25 144 എന്ന് കിട്ടും. 144 റൂട്ട് ഓഫ് 144 12. അപ്പോൾ നമുക്ക് അഡ്ജസൻറ്റ് സൈഡ് എത്ര കിട്ടി? 12 എന്ന് കിട്ടി. അഡ്ജസൻറ്റ് സൈഡ് 12 എന്ന് കിട്ടി. അപ്പോൾ നോക്കുക, ട്രിഗ്നോമെട്രിക് ഏതെങ്കിലും ഒരു റേഷ്യോ തന്നാൽ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ രണ്ട് സൈഡ് കിട്ടും. പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് മൂന്നാമത്തെ സൈഡ് കണ്ടെത്താം. ചെറിയ സൈഡ് ആണെങ്കിൽ ഇവിടെ ഡിഫറൻസ് എന്നും, വലിയ സൈഡാണ് കാണേണ്ടതെങ്കിൽ അവിടെ സമ്മായിരിക്കും വരിക. ഇനി നോക്കുക, അഡ്ജസൻറ്റ് സൈഡ് കിട്ടിയാൽ ബാക്കിയുള്ള ട്രിഗ്നോമെട്രിക് റേഷ്യോ എഴുതാം. സൈൻ തീറ്റ നമുക്ക് തന്നിട്ടുണ്ട്. സൈൻ തീറ്റ ഈക്വൽ ടു 5/13. ഇനി കോസ് തീറ്റ എഴുതാം. കോസ് തീറ്റ ഈക്വൽ ടു 12/13. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ഇനി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പോൾ 12/13. ഇനി ടാൻ തീറ്റ. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 5ഉം അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് 12ഉം. ടാൻ തീറ്റ കിട്ടി. ഇനി ബാക്കിയുള്ള മൂന്നെണ്ണം നേരെ ഇതിൻ്റെ റെസിപ്രോക്കൽ എഴുതിയാൽ മതി. കൊസി തീറ്റ ഈക്വൽ ടു 13/5. സീക് തീറ്റ ഈക്വൽ ടു 13/12. കോട്ട് തീറ്റ ഈക്വൽ ടു 12/5. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള 5 ട്രിഗ്നോമെട്രിക് റേഷ്യോസും അങ്ങനെ 6 ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഇപ്പോൾ നമ്മൾ എഴുതി. അപ്പോൾ ഏതൊരു ട്രിഗ്നോമെട്രിക് റേഷ്യോ തന്നാലും ഈ 6 ഏതൊന്ന് തന്നാലും ആദ്യം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കുക. അതിലെ രണ്ട് സൈഡ് അടയാളപ്പെടുത്തി മൂന്നാമത്തെ സൈഡ് പൈതഗോറസ് തിയറം വെച്ച് കണ്ടെത്തുക. എന്നിട്ട് ഈ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എഴുതുക. ഇത്തരം ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും പഠിച്ചു വെച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് കോസ് 45 ഡിഗ്രി ഇൻറ്റു കോസ് 60 ഡിഗ്രി മൈനസ് സൈൻ 45 ഡിഗ്രി ഇൻറ്റു സൈൻ 60 ഡിഗ്രി ഈസ് ഈക്വൽ ടു 1 - √3 ഡിവൈഡഡ് ബൈ 2√2. അപ്പോൾ അതെങ്ങനെ ചെയ്യാം? അപ്പോൾ നമുക്ക് ആദ്യം LHS എഴുതാം. അപ്പോൾ നമ്മൾ ട്രിഗ്നോമെട്രിക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻസിൻ്റെ വാല്യൂ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിന് വരാറുണ്ട്. LHS ഇസ് ഈക്വൽ ടു ഡിഗ്രി മൈനസ് സൈൻ 45 ഡിഗ്രി ഇൻറ്റു സൈൻ 60 ഡിഗ്രി. അപ്പം കോസ് 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1/√2, കോസ് 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1/2 മൈനസ് സൈൻ 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1/√2, സൈൻ 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ √3/2. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ആദ്യം രണ്ട് ഫ്രാക്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ നമുക്ക് ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 1 1, അതിൻ്റെ ഡിനോമിനേറ്റർ 2√2 എന്ന് വരും. മൈനസ് അടുത്ത രണ്ട് ഫ്രാക്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്താൽ 1 × √3 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക 2√2 എന്ന് കിട്ടും. അപ്പോൾ ഈ രണ്ട് ഫ്രാക്ഷൻ്റെയും സബ്സ്ട്രാക്ഷൻ ആണ് വന്നിട്ടുള്ളത്. ഇനി ഈ രണ്ട് ഫ്രാക്ഷൻ്റെ സബ്സ്ട്രാക്ഷനിൽ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് ന്യൂമറേറ്റർ ഡയറക്റ്റ് ആയിട്ട് സബ്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ 1 - √3 ഡിവൈഡഡ് ബൈ 2√2.
അപ്പോൾ നോക്കുക, ഇതാണ് നമ്മൾ RHS കിട്ടിയിട്ടുള്ളത്. അപ്പോൾ LHS ഈക്വൽ ടു RHS എന്ന് കിട്ടി. അപ്പോൾ ഈ വാല്യൂസ് ആയ 30 ഡിഗ്രി, 60 ഡിഗ്രി, 45 ഡിഗ്രീൻ്റെ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ ഈ വാല്യൂ എന്തായാലും പഠിച്ചിരിക്കണം. ഇത് വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ഷുവറായിട്ട് എക്സാമിന് വരാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് tan 45 മൈനസ് tan 30 ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan 45 ഇൻറ്റു tan 30 is equal to 2 മൈനസ് √3. ഇവിടെ നോക്കുക, ഇതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് വാല്യൂ വെച്ചിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യണം നോക്കാം. ആദ്യം നമുക്ക് LHS എടുക്കാം. tan 45 മൈനസ് tan 30 ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan 45 ഇൻറ്റു tan 30 ഈക്വൽ ടു tan 45ൻ്റെ വാല്യൂ നമുക്കറിയാം 1 ആണ്. tan 30 1 ബൈ √3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan 45 1 ഇൻറ്റു 1 ബൈ √3. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി? 1 മൈനസ് 1 ബൈ √3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 ബൈ √3 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 2 മൈനസ് √3 എന്നാണ്. അപ്പോൾ നമുക്ക് ഇത് എന്ത് ചെയ്യാം? ഇതിനെ ക്രോസ് ആയിട്ടോടെ മൾട്ടിപ്ലൈ ചെയ്താൽ √3 മൈനസ് 1 ബൈ √3 ഡിവൈഡഡ് ബൈ √3 പ്ലസ് 1 ബൈ √3. അപ്പോൾ രണ്ടിൻ്റെയും ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് അത് നമുക്ക് ക്യാൻസൽ ചെയ്താൽ √3 മൈനസ് 1 ഡിവൈഡ് ബൈ √3 പ്ലസ് 1 എന്ന് കിട്ടും. മൾട്ടിപ്ലൈ denominator and numerator by √3 minus 1. √3 minus 1. അപ്പോൾ എങ്ങനെ കിട്ടും? √3 minus 1 into √3 minus 1 divided by √3 plus 1 into √3 minus 1. അപ്പോൾ നമുക്ക് ഇതിനെ √3 മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന എക്സ്പാൻഷൻ കൊണ്ട് √3 മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. √3 മൈനസ് 1 ഇൻറ്റു √3 മൈനസ് 1. അപ്പോൾ നമുക്ക് √3 മൈനസ് 1 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി is equal to എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇവിടെ എ സ്ക്വയർ എന്ന് പറയുന്നത് √3 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. അപ്പം എങ്ങനെ എഴുതാം? ഇതിന് ആദ്യം എക്സ്പാൻഷൻ കൊടുക്കാം. √3 സ്ക്വയർ മൈനസ് 2√3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3. √3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 മൈനസ് 1 ഈക്വൽ ടു √3 സ്ക്വയർ 3 മൈനസ് 2√3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അപ്പോൾ 3 പ്ലസ് 1 ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടും. 4 മൈനസ് 2√3 ബൈ 2. അപ്പോൾ നമുക്ക് ഇതിൽ രണ്ടിലും 2 കോമൺ ആണ്. അപ്പോൾ നമുക്ക് ആ 2നെ കോമൺ ആക്കി എടുക്കാം. 2 ഇൻറ്റു 2, 4ൽ നിന്ന് 2 ഔട്ട് സൈഡ് എടുത്താൽ 2 മൈനസ് √3 എന്ന് വരും ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടി? 2 മൈനസ് √3 എന്ന് വരും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കുക, tan 45 മൈനസ് tan 30 ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan 45 ഇൻറ്റു tan 30 ഈക്വൽ ടു 2 മൈനസ് √3. ഇതുപോലെ ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യമാണ് tan 60 മൈനസ് tan 45 ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan 60 ഇൻറ്റു tan 45 ഈക്വൽ ടു 2 മൈനസ് √3. ഇത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. ഇവിടെ tan 60യുടെ വാല്യൂം tan 45ൻ്റെ വാല്യൂം കൊടുത്താൽ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് കോസ് 570 ഇൻറ്റു സൈൻ 510 മൈനസ് സൈൻ 330 ഇൻറ്റു കോസ് 390. അപ്പോൾ നോക്കാം, ഇത് റിലേറ്റഡ് ആംഗിൾസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. റിഡക്ഷൻ ഫോർമുല വെച്ചിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ വാല്യൂ ആയിട്ട് കാണാം. അപ്പോൾ കോസ് 570 എന്ന് പറഞ്ഞാൽ നമുക്ക് 90യുടെ മൾട്ടിപ്പിൾ ആക്കി എഴുതാം. കോസ് ഓഫ് 6 ഇൻറ്റു 90 540 എന്ന് വരും. പിന്നെ എത്ര റിമൈൻഡർ എത്ര വരിക?
30. അപ്പോൾ 6 ഇൻറ്റു 90 പ്ലസ് 30 എന്ന് എഴുതാം. 570 നമുക്ക് 6 ഇൻറ്റു 90 പ്ലസ് 30. ഇനി നോക്കാം 6 ഇൻറ്റു 90 എന്ന് പറയുമ്പം ഈവൻ മൾട്ടിപ്പിൾ ആണ്. ഈവൻ മൾട്ടിപ്പിൾ ആകുമ്പം ഇത് ഈവൻ മൾട്ടിപ്പിൾ ആണ് അല്ലേ. ഈവൻ മൾട്ടിപ്പിൾ ആകുമ്പം കോസ് തന്നെയായിരിക്കും. അപ്പം കോസ് 30. അപ്പോൾ ഇനി ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എങ്ങനെ നോക്കാം. 6 ഇൻറ്റു 90 പ്ലസ് തീറ്റ ചെയ്ത് കുറക്കണ്ടെന്ന് നോക്കാം. 1 ആണെങ്കിൽ ഇവിടെ 2 3 4 5 6. അപ്പോൾ 6 പ്ലസ് തീറ്റ ആയതുകൊണ്ട് തേർഡ് ക്വാർട്ടൻ്റ് ആണ്. തേർഡ് ക്വാർട്ടൻ്റിൽ കോസ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ ഓൾ സിൽവർ എല്ലാം, ഇവിടെ സൈന്, ഇവിടെ ടാൻ അല്ലേ, ഇവിടെ കോസ് ആയിരിക്കും. അപ്പോൾ ടാൻ ആണ് ഇവിടെ പോസിറ്റീവ്. അപ്പം തേർഡ് ക്വാർട്ടറിൽ കോസ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ മൈനസ് കോസ് 30. അപ്പോൾ മൈനസ് കോസ് 30യുടെ വാല്യൂ എത്ര വരിക, മൈനസ് √3/2 എന്ന് കിട്ടും. ഇനി നമുക്ക് സൈൻ 510ൻ്റെ വാല്യൂ കാണാം. സൈൻ 510നെ നമുക്ക് എങ്ങനെ എഴുതാം, സൈൻ ഓഫ് 510 എത്ര, 90യുടെ എത്ര മൾട്ടിപ്പിൾ ആണെന്ന് നോക്കാം. 5 ഇൻറ്റു 90, 5 ഇൻറ്റു 90 60 എന്ന് കിട്ടും. 60 ഈക്വൽ ടു 5 ഇൻറ്റു 90. 5 എന്ന് പറയുമ്പോൾ എവിടെയാ, ഇവിടെ അല്ലേ. അപ്പം പ്ലസ് ആവുമ്പോൾ ഇങ്ങോട്ട് പ്ലസ് 90 പ്ലസ് ആവുമ്പം സെക്കൻഡ് ക്വാർട്ടറിൻ്റെ സൈന് പോസിറ്റീവ് ആയിരിക്കും. ഇനി നോക്കുക, സൈൻ ഓഡ് മൾട്ടിപ്ലൈ ആയതുകൊണ്ട് സൈൻ എന്തായിട്ട് മാറും, കോസ് ആയിട്ട് മാറും. കോസ് 60. അപ്പോൾ കോസ് 60യുടെ വാല്യൂ ഇത്ര കിട്ടി, 1/2 എന്ന് കിട്ടും. കോസ് 60 1/2. അടുത്തതിന് നമുക്ക് സൈൻ 330 കാണാം. സൈൻ 330 ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് 3 ഇൻറ്റു 90, 270 എന്ന് വരും. 270 പ്ലസ് 60. നോക്കുക, ഇവിടെ ഓട് മൾട്ടിപ്പിൾ ആയതുകൊണ്ട് സൈന് കോസ് 60 ആയിട്ട് മാറും. കോസ് 60 ആയിട്ട് മാറും. ഇനി ഏതാ ക്വാർട്ടൻ്റ് നോക്കാം. ഓട് 3 ആകുമ്പോൾ ഇവിടെ വരും, പ്ലസ് ആകുമ്പോൾ ഫോർത്ത് ക്വാർട്ടൻ്റ്, അതായത് 330 ഫോർത്ത് ക്വാർട്ടൻ്റ് സൈന് നെഗറ്റീവ് ആയിരിക്കും. അപ്പം കോസ് 60 ഈസ് ഈക്വൽ ടു മൈനസ് 1/2 എന്ന് കിട്ടും. അടുത്തത് കോസ് 390. കോസ് 390 എന്ന് പറഞ്ഞാൽ കോസ് ഓഫ് 4 ഇൻറ്റു 90 പ്ലസ് 360 പ്ലസ് 30. അപ്പോൾ ഇത് ഈവൻ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് കോസ് 30 ആയിരിക്കും. ഇനി കോസ് 30 എന്ന് പറയുമ്പോൾ ഈവൻ മൾട്ടിപ്പിൾ, അതായത് 390 എന്ന് പറയുമ്പം 4 ഇൻറ്റു 90 പ്ലസ് തീറ്റയാണ്. അപ്പോൾ 4 ഇൻറ്റു 90 പ്ലസ് തീറ്റ എന്ന് പറയുമ്പോൾ അത് ഫസ്റ്റ് ക്വാർട്ടൻ്റ് ആയിട്ട് മാറും. ഫസ്റ്റ് ക്വാർട്ടൻ്റ് എല്ലാം പോസിറ്റീവാണ്. അപ്പം കോസ് 30യുടെ വാല്യൂ √3/2. അപ്പോൾ നമുക്ക് ഇതിന് 4 വാല്യൂ കിട്ടി. ഇനി അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ വാല്യൂ കാണാം. അപ്പോൾ കോസ് 570 ഇൻറ്റു സൈൻ 510 മൈനസ് സൈൻ 330 ഇൻറ്റു കോസ് 390. നമുക്ക് ഓരോ വാല്യൂ കൊടുക്കാം. ഇവിടെ എത്ര വാല്യൂ കിട്ടിയ, മൈനസ് √3/2 ഇൻറ്റു 510 1/2 എന്ന് കിട്ടി. മൈനസ് സൈൻ 330 മൈനസ് 1/2 ഇൻറ്റു √3/2 ഈക്വൽ ടു, അത് രണ്ട് ഫ്രാക്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്. -1 ഇൻറ്റു √3, മൈനസ് √3 ഇൻറ്റു 1 മൈനസ് √3 ബൈ ഡിനോമിനേറ്റർ 2 ഇൻറ്റു 2 4 മൈനസ് ഓഫ് -1 ഇൻറ്റു √3, മൈനസ് √3 എന്ന് വരും. മൈനസ് √3 എന്നുള്ള പ്ലസ് √3 എന്ന് എഴുതാം. √3 ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ടാണ് മൈനസ് √3 പ്ലസ് ആയി മാറിയത്. പ്ലസ് √3/4. അപ്പോൾ മൈനസ് √3/4 പ്ലസ് √3/4 ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഇത് റിഡക്ഷൻ ഫോർമുല വെച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇത്തരം ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ തന്നിട്ടുള്ള ആംഗിളിനെ 90യുടെ മൾട്ടിപ്പിൾ ആക്കി എഴുതുക. 90 ഈവൻ മൾട്ടിപ്പിൾ ആണെങ്കിൽ സൈനാവും, കോസാവും, ടാനാവും. ഇനി ഓഡ് മൾട്ടിപ്പിൾ ആണെങ്കിൽ സൈന് കോസാവും, കോസ് സൈനാവും, ടാന് കോട്ടാവും. എന്നിട്ട് ഏത് ക്വാർട്ടൻ്റാണ് നോക്കി പ്ലസ് ആണോ മൈനസ് ആണോ നോക്കുക. എന്നിട്ട് അതിന് വാല്യൂ കൊടുത്ത് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അത് ആൻസർ ചെയ്യാൻ പറ്റും.
അടുത്ത ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് സൈൻ ഓഫ് 180 പ്ലസ് എ ഇൻറ്റു കോസ് ഓഫ് 90 മൈനസ് എ ഇൻറ്റു ടാൻ ഓഫ് 270 പ്ലസ് എ ഡിവൈഡഡ് ബൈ സീക്ക് ഓഫ് 540 മൈനസ് എ ഇൻറ്റു കോസ് ഓഫ് 360 പ്ലസ് എ ഈക്വൽ ടു മൈനസ് സൈൻ എ ഇൻറ്റു കോസ് എ. ഇത് നമ്മൾ റിഡക്ഷൻ ഫോർമുല വെച്ച് ചെയ്യേണ്ട വേറൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. തൊട്ട് മുന്നത്തെ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ ഓരോന്നിൻ്റെ വാല്യൂ കാണാം. സൈൻ ഓഫ് 180 പ്ലസ് എ, ഇവിടെ നമ്മൾ 90 മൾട്ടിപ്ലൈ ആക്കി കഴിഞ്ഞാൽ എങ്ങനെ വരാം? 2 ഇൻറ്റു 90 പ്ലസ് തീറ്റ. സൈൻ ഓഫ് 2 ഇൻറ്റു 90 പ്ലസ് എ. 2 ഇൻറ്റു 90 എന്ന് പറയുമ്പം ഈവൻ മൾട്ടിപ്പിൾ ആണ്. 90യുടെ ഈവൻ മൾട്ടിപ്പിൾ ആകുമ്പോൾ സൈൻ എ എന്താവും? സൈൻ എ തന്നെയായിരിക്കും. സൈൻ എ, ഇവിടെ ആംഗിൾ എന്ന് പറയുന്നത് എ ആണ്. അപ്പോൾ സൈൻ എ. ഇനി 2 ഇൻറ്റു 90, 2 എന്ന് പറയുമ്പോൾ നോക്കാം, ഇവിടെ പ്ലസ് ആകുമ്പോൾ 2 ഇൻറ്റു 90 പ്ലസ് തീറ്റ ആകുമ്പോൾ ഇങ്ങോട്ടാണ് വരിക തേർഡ് ക്വാർട്ടൻറ്റിൽ സൈൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ മൈനസ് സൈൻ എ എന്ന് കിട്ടും. അടുത്തത് കോസ് ഓഫ് 90 മൈനസ് എ ഈക്വൽ ടു കോസ് ഓഫ് 1 ഇൻറ്റു 90 മൈനസ് എ. ഇവിടെ എന്താ? ഓഡ് മൾട്ടിപ്പിൾ ആണ് അല്ലേ? ഓഡ് മൾട്ടിപ്പിൾ ആകുമ്പോൾ കോസ് എന്തായിട്ട് മാറും? സൈൻ ആയിട്ട് മാറും. കോസ് സൈൻ ആവും. 1 ഇൻറ്റു 90, 1 എന്ന് പറയുമ്പോൾ 90 മൈനസ് തീറ്റ. 90 മൈനസ് ആകുമ്പോൾ ഫസ്റ്റ് ക്വാർട്ടറിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് ക്വാർട്ടറിലെല്ലാം പോസിറ്റീവ്. അടുത്തത് ടാൻ ഓഫ് 270 പ്ലസ് എ ഈക്വൽ ടു ടാൻ ഓഫ് 3 ഇൻറ്റു 90 പ്ലസ് എ. ഇപ്പോൾ 270നെ നമുക്ക് എന്ത് ചെയ്താൽ 3 ഇൻറ്റു 90, 90യുടെ ഓഡ് മൾട്ടിപ്പിൾ ആണ്. ഓഡ് മൾട്ടിപ്പിൾ ആകുമ്പോൾ ടാൻ എന്തായിട്ട് മാറും? കോട്ടായിട്ട് മാറും. അപ്പം കോട്ട് എ. ഇനി നോക്കാം, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാം. 3 ഇൻറ്റു 90, അപ്പോൾ 3 പ്ലസ് ആയതുകൊണ്ട് ഇങ്ങോട്ട് പ്ലസ് ആകുമ്പോൾ ഫോർത്ത് ക്വാർട്ടൻറ്റിൽ ടാൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് മൈനസ് കോട്ട് എ എന്ന് കിട്ടും. അടുത്തത് സീക്ക് ഓഫ് 540 മൈനസ് എ. 540 എന്ന് പറഞ്ഞാൽ സീക്ക് ഓഫ് 6 ഇൻറ്റു 90, 6 ഇൻറ്റു 90 എന്ന് പ്ലസ് മൈനസ് എ. അപ്പം ഈവൻ മൾട്ടിപ്പിൾ ആണ്. ഈവൻ മൾട്ടിപ്പിൾ ആകുമ്പം നമുക്ക് എന്ത് പറയാം? ഈവൻ ആകുമ്പം സീക്ക് തന്നെയായിരിക്കും. സീക്ക് തന്നെയായിരിക്കും. ഇനി നോക്കുക, 6 മൈനസ് ആകുമ്പോൾ സെക്കൻഡിൽ സീക്ക് എന്താ? സൈനും കൊസീക്കുമാണ് പോസിറ്റീവ്, സീക്ക് നെഗറ്റീവ് ആയിരിക്കും. അപ്പം മൈനസ് സീക്ക് എ എന്ന് കിട്ടും. പിന്നെ അടുത്തത് കോസ് ഓഫ് 360 പ്ലസ് എ ഈക്വൽ ടു കോസ് ഓഫ് 4 ഇൻറ്റു 90 പ്ലസ് എ. 4 എന്ന് പറഞ്ഞാൽ ഈവൻ മൾട്ടിപ്പിൾ ആകുമ്പോൾ കോസ് എന്തായിട്ട് മാറും? കോസ് തന്നെ ആയിരിക്കും. ഇനി 4 ഇൻറ്റു 90 പ്ലസ് തീറ്റ. ഫസ്റ്റ് ക്വാർട്ടറിൽ കോസ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇനി നമ്മൾ LHS വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. LHS ഈക്വൽ ടു സൈൻ ഓഫ് 180 പ്ലസ് എ ഇൻറ്റു കോസ് ഓഫ് 90 മൈനസ് എ ഇൻറ്റു ടാൻ ഓഫ് 270 പ്ലസ് എ ഡിവൈഡഡ് ബൈ sec of 540 minus a into cos of 360 plus a. First sin of 180 plus a. നമുക്ക് എത്ര വാല്യൂ കിട്ടിയ? മൈനസ് സൈൻ എ ഇൻറ്റു കോസ് ഓഫ് 90 മൈനസ് എ സൈൻ എ
ഇൻറ്റു ടാൻ ഓഫ് 270 മൈനസ് കോട്ട് എ ഡിവൈഡഡ് ബൈ ഇത് വരും സീക്ക് എന്ന് പറയുന്നത് മൈനസ് സീക്ക് എ ഇൻറ്റു കോസ് എന്ന് പറയുന്നത് കോസ് തന്നെ. അപ്പം നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇനി സൈന് കോസ് സീക്കിന് നമുക്ക് 1 കോസ് എന്ന് എഴുതാം, കോട്ടിനെ കോസ് ബൈ സൈൻ എന്ന് എഴുതാം. മൈനസും മൈനസും പോസിറ്റീവ് ഡിവൈഡഡ് ബൈ നെഗറ്റീവ് ചെയ്യുമ്പോൾ നെഗറ്റീവ് എന്ന് വരും. സൈൻ എ ഇൻറ്റു കോട്ട് എന്നുള്ളതിന് കോസ് എ ബൈ സൈൻ എ. ഇനി നമുക്കിവിടെ കോസ് ഉണ്ട്, കോസ് എ ഉണ്ട്. സീക്ക് എന്നുള്ളതിന് 1 കോസ് എ ഈ കോസും ക്യാൻസൽ ചെയ്ത് പോകും. ഇനി ഒരു സൈനും ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താ ഉണ്ടാവുക? മൈനസ് സൈൻ എ ഇൻറ്റു കോസ് എ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള RHS സീക്കൽ ടു RHS. അടുത്ത ക്വസ്റ്റ്യൻ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിലെ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. The horizontal distance between two towers is 60 meter and the angle of depression of first tower as seen from the second, which is in 150 meter height, is 30 degree. Find the height of first tower. Okay, horizontal distance between two tower. രണ്ട് ടവറുകൾക്ക് ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് 60 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. 60 മീറ്റർ. പിന്നെ എന്താ പറയുക? ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ഫസ്റ്റ് ടവർ സീൻ ഫ്രം ദ സെക്കൻഡിൽ നിന്നും ഫസ്റ്റിലേക്കുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷനാണ് 30 ഡിഗ്രി എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ സെക്കൻഡിൽ നിന്നും ഫസ്റ്റിലേക്ക്, ഇത് ഫസ്റ്റ് ടവറും ഇത് സെക്കൻഡ് ടവറും. അപ്പോൾ നമുക്ക് ഇവിടെയാണ് 30 ഡിഗ്രി എന്ന് കൊടുക്കാം. ഇതിന് പേര് കൊടുക്കാം എ ഇ. ഫസ്റ്റ് ടവറിന് AE BCD 150 മീറ്റർ ആണ് സെക്കൻഡ് ടവറിൻ്റെ ഹൈറ്റ്. 30 ഡിഗ്രി ഫസ്റ്റ് ടവറിൻ്റെ ഹൈറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. AE ആണ് കണ്ടുപിടിക്കേണ്ടത്. AE എന്ന് പറയുന്നത് ഫസ്റ്റ് ടവർ, BD എന്ന് പറയുന്നത് സെക്കൻഡ് ടവർ, ഇനി AE കാണാൻ എന്ത് ചെയ്താൽ മതി? AE ഈക്വൽ ടു BC എന്ന് കണ്ടാൽ മതി. BCയുടെ ഹൈറ്റ് കണ്ടാൽ മതി. AE എന്ന് പറയുന്നത് BC ആണ്. BC എന്ന് പറഞ്ഞാൽ എങ്ങനെ കാണാം? BC കാണാൻ എന്ത് ചെയ്താൽ മതി? BD മൈനസ് DC കുറച്ചാൽ മതി. BDയിൽ നിന്നും DC മൈനസ് ആയാൽ നമുക്ക് BC കിട്ടി. അപ്പോൾ നമുക്കിനി ചെയ്ത് നോക്കാം. ഇവിടെ എന്താ പറഞ്ഞിട്ടുണ്ട്? ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഇത് 30 ആണെങ്കിൽ ഇതെന്തായിരിക്കും? ആംഗിൾ 30 ആയിരിക്കും. ഇനി ഇവിടെ 60 ആണെങ്കിൽ, ഇത് 60 മീറ്റർ ആണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ടവർ എങ്കിൽ ഇവിടെ എന്തായിരിക്കും? 60 മീറ്റർ ആയിരിക്കും. ഡിസ്റ്റൻസ് 60 ആയിരിക്കും. ഇനി DC ഒന്ന് കണ്ടു നോക്കാം. DC എങ്ങനെ കാണാം? നമുക്ക് ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് ഫോം ചെയ്തിട്ടുള്ളത്. ഒരു ആംഗിൾ 30 ആണ്. അതിൽ 30യുടെ നമുക്ക് അഡ്ജസൻറ്റ് സൈഡ് ഉണ്ട്. ഇനി ഓപ്പോസിറ്റ് സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും റിലേറ്റഡ് ആയിട്ടുള്ള ട്രിഗ്നോമെട്രിക് റേഷ്യോ ഏതാണ്? ടാൻ ആണ്. അപ്പോൾ നമുക്ക് ടാൻ 30 കാണാം. ടാൻ 30 is equal to DC by EC. ടാൻ 30യുടെ വാല്യൂ എത്ര? 1/√3. 1/√3 is equal to DC by 60 meter. DC is equal to 60/√3. 60/√3 മീറ്റർ എന്ന് കിട്ടും. അപ്പം DC കിട്ടിയാൽ AE കാണാൻ AE is equal to BC മൈനസ് DC ആണ്. അപ്പം BC എന്ന് പറയുന്നത് എത്ര? BC ആണ്, സോറി, BD മൈനസ്
സോറി ബി സി എന്ന് പറയുന്നത് ബി ഡി മൈനസ് ആണ് ഡി സി. ബി ഡി മൈനസ് ഡി സി ആണ് നമ്മൾ ബി സി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം ബി ഡി എന്ന് പറയുന്നത് 150 മീറ്ററും ഡി സി എന്ന് പറയുന്നത് എത്ര കിട്ടി? 60 √3 എന്ന് കിട്ടി. സീക്വൽ ടു ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ. If tan A equal to 3/4, sin B is equal to 5/13, A lies in third quadrant, B lies in second quadrant. Find sin of A minus B to cos of A plus B. ഇവിടെ sin of A plus B അല്ലെങ്കിൽ cos of A minus B ചോദിക്കാം. ഇത്തരം ഒരു ക്വസ്റ്റ്യൻ കോമ്പൗണ്ട് ആംഗിളിൽ നിന്ന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിച്ചു വെക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ രണ്ട് ആംഗിളില് ഏതെങ്കിലും ഓരോ റിലേഷനാണ് തരിക. എ എന്ന ആംഗിളിലെയും ബി എന്ന ആംഗിളിലെയും ഏതെങ്കിലും സൈനോ കോസോ ടാനോ ഇതിലേതെങ്കിലും ഒരു ട്രിഗ്നോമെട്രിക് റേഷ്യോ തരും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് കണ്ടെത്തിയിട്ട് ഈ രണ്ട് ഇക്വേഷനും എഴുതി അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം എ എന്ന ആംഗിളിൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരക്കാം. ഇതിന് എ എന്ന് കൊടുത്താൽ 3/4 ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ടാൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ ഇനി നമുക്കിവിടെ ഹൈപ്പോട്ടനസ് കണ്ടുപിടിക്കണം. ഹൈപ്പോട്ടനസ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ രണ്ടിൻ്റെയും സ്ക്വയറുകളുടെ സമ്മ് 4² + 3² √16 + 9 = 25. സ്ക്വയർ റൂട്ട് ഓഫ് 25 = 5 എന്ന് കിട്ടും. അപ്പോൾ 5 എന്ന് കിട്ടി. ഇനി നമുക്ക് എ എന്ന ആംഗിളിന് ടാൻ എ തന്നിട്ടുണ്ട്, സൈൻ എ കാണാം. സൈൻ എ = 3/5. ഇനി നോക്കുക ഏത് ക്വാർട്ടൻ്റ് ആണെന്ന് തന്നിട്ടുള്ളത്. എ ലൈസ് ഇൻ തേർഡ് ക്വാർട്ടൻ. തേർഡ് ക്വാർട്ടന് ടാൻ പോസിറ്റീവാണ്, സൈന് നെഗറ്റീവ് ആയിരിക്കും. അപ്പം ക്വാർട്ടൻ്റ് തന്നിട്ടുണ്ടെങ്കിൽ സൈൻ എന്തായാലും നോക്കണം. അക്യൂട്ട് ആണെങ്കിൽ നമ്മൾ സൈൻ നോക്കണ്ട, എല്ലാം പോസിറ്റീവ് ആയിരിക്കും. ഇനി നോക്കുക അടുത്തത് കോസ് എ. കോസ് എഴുതാം 4/5. തേർഡിൽ കോസും നെഗറ്റീവ് ആയിരിക്കും. ഇനി ബി എന്ന ആംഗിൾ വരച്ചിട്ട് നമുക്ക് രണ്ട് റേഷ്യോസും കൂടി കാണാം. ബി എന്ന ആംഗിൾ വരയ്ക്കാം. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരച്ചു ബി എന്ന് കൊടുത്തു. ബി എന്ന സൈൻ ബി = 5/13. സൈൻ ബി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ 5/13, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. ഇനി ഇവിടെ നമുക്ക് ഏത് കണ്ടുപിടിക്കേണ്ട? അഡ്ജസൻറ്റ് സൈഡാണ്. അഡ്ജസൻറ്റ് സൈഡ് = 30² - 5². സ്ക്വയർ റൂട്ട് ഓഫ് 13² - 5² = 169 - 25. സ്ക്വയർ റൂട്ടാണ് = സ്ക്വയർ റൂട്ട് ഓഫ് 144 = 12. അപ്പോൾ 12 എന്ന് കിട്ടി. അഡ്ജസൻറ്റ് സൈഡ് 12 എന്ന് കിട്ടി. ഇനി നമുക്കപ്പം സൈൻ ബി തന്നിട്ടുണ്ട്. സൈൻ ബി = 5/13 എന്ന് തന്നു. ഇനി കോസ് ബി കാണാം. കോസ് ബി = എങ്ങനെ എഴുതാം? 12/13. ഇനി നോക്കുക ബി ഏത് സെക്കൻഡ് ക്വാർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. സെക്കൻഡിൽ സൈന് പോസിറ്റീവ് ആയിരിക്കും, കോസ് നെഗറ്റീവ് ആയിരിക്കും. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ള രണ്ട് ഇക്വേഷൻ ഏത്? സൈൻ ഫസ്റ്റത്തെ സൈൻ ഓഫ് എ മൈനസ് ബി = സൈൻ എ ഇൻറ്റു കോസ് ബി മൈനസ് കോസ് എ ഇൻറ്റു സൈൻ ബി. സൈൻ ഓഫ് എ മൈനസ് ബി എന്ന് പറയുമ്പം ആദ്യം സൈനും പിന്നെ കോസും, മൈനസ് വരുമ്പോൾ മൈനസും, പിന്നെ കോസും പിന്നെ സൈനുമാണ് വരിക. അപ്പോൾ ഇനി ഇവിടെ സൈൻ ഓഫ് എ പ്ലസ് ബി ചോദിക്കാം. നമുക്കിവിടെ എന്ത് പ്ലസ് ആകുമ്പോൾ ഇവിടെ പ്ലസ് ആക്കിയാൽ മതി. ഇനി സൈൻ എ എന്ന് പറഞ്ഞാൽ -3/5, കോസ് ബി എന്ന് പറഞ്ഞാൽ -12/13, മൈനസ് കോസ് എ എന്ന് പറഞ്ഞാൽ -4/5 ഇൻറ്റു സൈൻ ബി എന്ന് പറഞ്ഞാൽ 5/13. അപ്പോൾ നമുക്ക് ആദ്യം രണ്ട് ഫ്രാക്ഷൻ്റെ പ്രൊഡക്റ്റ് കാണാം. -3 × 12 36/5
5 ഇൻറ്റു 13 65. ഇനി മൈനസ് 4 ഇൻറ്റു 5 20 മൈനസ് 20 ഈ മൈനസ് മൈനസ് പ്ലസ് ആവും പ്ലസ് 20/65. നമുക്ക് എന്താ പറയാം ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ ഡയറക്റ്റാക്കി ആഡ് ചെയ്താൽ മതി. ഡയറക്റ്റായി ആഡ് ചെയ്ത് എങ്ങനെ കിട്ടും 56 ഡിവൈഡഡ് ബൈ ഇതായിരിക്കും സൈൻ ഓഫ് എ മൈനസ് ബി. ഇനി അടുത്ത് കാണാൻ പറഞ്ഞിട്ടുള്ള കോസ് ഓഫ് എ പ്ലസ് ബി ആണ്. കോസ് ഓഫ് എ പ്ലസ് ബി. കോസ് ഓഫ് എ പ്ലസ് ബി കാണാൻ പറഞ്ഞാൽ കോസ് എ ഇൻറ്റു കോസ് ബി മൈനസ് പ്ലസ് വരുമ്പോൾ കോസിൻ്റെ പ്രത്യേകത ആദ്യം 2 കോസുകളായിരിക്കും പിന്നെ 2 സൈനുകളായിരിക്കും. സൈൻ എ ഇൻറ്റു സൈൻ ബി. പിന്നെ മൈനസ് പ്ലസ് വരുമ്പോൾ മൈനസും മൈനസ് വരുമ്പോൾ പ്ലസ് ആയിരിക്കും. ഇനി ഇവിടെ കോസ് ഓഫ് എ മൈനസ് ബി ചോദിക്കാം. അപ്പോൾ ഇവിടെ പ്ലസ് 1 കൊടുത്താൽ മതി. ഇനി അതിൻ്റെ വാല്യൂ കൊടുക്കാം. കോസ് എ എന്ന് പറഞ്ഞാൽ മൈനസ് 4/5. കോസ് ബി എന്ന് പറഞ്ഞാൽ മൈനസ് 12/13 മൈനസ് സൈൻ എ മൈനസ് 3/5 ഇൻറ്റു 5/13. ഇതെങ്ങനെ എഴുതാം? ഈ 2 ഫ്രാക്ഷനെ പ്രൊഡക്റ്റ് കാണാം. മൈനസ് 4 ഇൻറ്റു മൈനസ് 12 48/65. ഇനി മൈനസ് 3 ഇൻറ്റു 5 മൈനസ് 15 മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും 15/65. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്താൽ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് ന്യൂമറേറ്റർ ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ 48 + 15 63 ഡിവൈഡഡ് ബൈ 65. ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇത് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ സൈൻ ഓഫ് എ പ്ലസ് ബിയോ കോസ് ഓഫ് എ മൈനസ് ബിയോ ഈ 4 ഏതെങ്കിലും 2 ചോദിക്കാറുള്ളത്. ഇത്തരം ക്വസ്റ്റ്യനിലെ 2 ആംഗിളിലെ ഏതെങ്കിലും ട്രിഗ്നോമെട്രിക് റേഷ്യോ തരും. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള റേഷ്യോ കണ്ട് ഇക്വേഷൻ എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യുക? ഏത് എ എന്ന ആംഗിളിന് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരച്ച് എ എന്ന ആംഗിൾ വെച്ച് തന്നിട്ടുള്ള ട്രിഗ്നോമെട്രിക് റേഷ്യോസിൻ്റെ സൈഡ് അടയാളപ്പെടുത്തുക. പൈതഗോറസ് തിയറം ഉപയോഗിച്ച് നമ്മൾ 3ാമത്തെ സൈഡ് കണ്ടെത്തി ഇക്വേഷന് വേണ്ട റേഷ്യോസ് എഴുതുക. എന്നിട്ട് അതുപോലെ തന്നെ വേറെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരച്ച് ബി എന്ന ആംഗിൾ അടയാളപ്പെടുത്തി തന്നിട്ടുള്ള റേഷ്യോ വെച്ച് 2 സൈഡുകൾ നോക്കുക. എന്നിട്ട് 3ാമത്തെ സൈഡ് നമ്മൾ പൈതഗോറസ് തിയറം വെച്ച് കണ്ടുപിടിക്കുക. അതുപോലെ ഇക്വേഷന് വേണ്ട ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എഴുതുക. അതിനുശേഷം ഇക്വേഷൻ എഴുതി കിട്ടിയിട്ടുള്ള വാല്യൂസ് അപ്പോൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇഫ് എ ആൻഡ് ബി ആർ അക്യൂട്ട് ആംഗിൾ വേർ tan A = 1/2 tan B = 1/3 ഷോ ദാറ്റ് A + B = π/4. കോമ്പൗണ്ട് ആംഗിളിൽ നിന്നും സ്ഥിരമായി ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണിത്. എങ്ങനെ ചെയ്യാം? ഇവിടെ A + B π/4 ആണെന്ന് തെളിയിക്കണ്ടേ. ടു ഷോ ദാറ്റ് A + B = π/4. π/4 എന്ന് പറഞ്ഞാൽ 180/4 = 45 ഡിഗ്രി. അപ്പോൾ A + B 45 ഡിഗ്രി ആണെന്ന് തെളിയിക്കണം. ഇനി നോക്കുക, നമുക്ക് A + B 45 ഡിഗ്രി ആണെങ്കിൽ ഇഫ് A + B = 45 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? tan of A + B tan of A + B = tan of 45 degree = 1. tan of A + B = 1 ആയിരിക്കും. അപ്പോൾ നമുക്കിത് തെളിയിച്ചാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? tan of A + B 1 ആണെന്ന് തെളിയിക്കാം. This enough to show that tan of A + B = 1. Tan of A + B = tan A plus tan B divided by 1 minus tan A into
ടാൻ ബി. ടാൻ എൻ്റെയും ടാൻ ബിൻ്റെയും വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ എങ്ങനെ എഴുതാം? ടാൻ എ എന്ന് പറയുന്നത് 1/2, ടാൻ ബി എന്ന് പറയുന്നത് 1/3 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/2 ഇൻറ്റു 1/3 ഈക്വൽ ടു 1/2 പ്ലസ് 1/3 എങ്ങനെ ചെയ്യാം? 5 ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു 3 പ്ലസ് 1 ഇൻറ്റു 2. അപ്പോൾ 5/6 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/6 ഈക്വൽ ടു 5/6 ഡിവൈഡഡ് ബൈ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്കിത് കുറക്കാം. അപ്പോൾ എങ്ങനെ വരും? 6 മൈനസ് 1/6 എന്ന് വരും. അപ്പോൾ 5/6 ഡിവൈഡഡ് ബൈ 5/6 എന്ന്. ഇത് രണ്ടും ക്യാൻസൽ ചെയ്താൽ ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പോൾ ടാൻ ഓഫ് എ പ്ലസ് ബി 1 ആണെന്ന് നമ്മൾ തെളിയിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? therefore a plus b is equal to 45 ഡിഗ്രി അല്ലെങ്കിൽ π/4 എന്ന് നമുക്ക് പറയാം. ഇവിടെ എന്ത് ചെയ്താൽ ടാൻ ഓഫ് എ പ്ലസ് ബി 1 ആണെന്ന് തെളിയിച്ചാൽ മതി. ടാൻ എയും ടാൻ ബിയും നമുക്ക് തരും. അപ്പോൾ സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നന്നായിട്ട് പഠിച്ചു വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടാൻ 75. ഷോ ദാറ്റ് ടാൻ 75 പ്ലസ് കോഡ് 75 ഈക്വൽ ടു 4. നമുക്കിതെങ്ങനെ ചെയ്യണം നോക്കാം. അപ്പോൾ ആദ്യം ടാൻ 75 വാല്യൂ കാണാം. ടാൻ 75 ഈക്വൽ ടു ടാൻ 75 നമുക്ക് എങ്ങനെ ചെയ്താൽ നമുക്ക് അറിയുന്ന രണ്ട് ആംഗിളുടെ സമ്മാക്കി ചെയ്താൽ 45 പ്ലസ് 30 ഈക്വൽ ടു ടാൻ ഓഫ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എ ഇൻറ്റു ടാൻ ബി. ഇനി ഓരോന്നിൻ്റെ വാല്യൂ കൊടുക്കാം. 1 ടാൻ 45 എന്ന് പറഞ്ഞാൽ 1, ടാൻ 30 1/√3 ഡിവൈഡ് ബൈ 1 മൈനസ് 1 ഇൻറ്റു ടാൻ 30 1/√3. ഇനി നമുക്ക് ഇവിടെ നിന്ന് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തായിട്ട് ഇതാ √3 പ്ലസ് 1 ഡിവൈഡ് ബൈ √3 ഡിവൈഡ് ബൈ √3 മൈനസ് 1 ഡിവൈഡ് ബൈ √3. അപ്പോൾ ഈ √3 ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? √3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ √3 മൈനസ് 1. ഇതിന് നമുക്ക് അതിൻ്റെ കോഞ്ചുഗേറ്റ് ഉണ്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്പിൾ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഇതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ √3 പ്ലസ് 1 എന്ന് എടുക്കാം. നമുക്ക് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്താൽ ന്യൂമറേറ്റർ √3 പ്ലസ് 1 ഇൻറ്റു √3 പ്ലസ് 1. അപ്പോൾ അതിൻ്റെ സ്ക്വയർ വരും. ഡിവൈഡഡ് ബൈ √3 മൈനസ് 1 ഇൻറ്റു √3 പ്ലസ് 1. ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന ഫോമിലാണ്. ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇനി ഇതിൻ്റെ എക്സ്പാൻഷൻ കൊടുത്താൽ √3 സ്ക്വയർ പ്ലസ് 2√3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ എ സ്ക്വയർ √3 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. ഇനി √3യുടെ സ്ക്വയർ കൊടുത്താൽ 3 എന്ന് വരും. 3 പ്ലസ് 2√3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3 മൈനസ് 1 ഈക്വൽ ടു 3 പ്ലസ് 1 ചെയ്ത 4 പ്ലസ് 2√3 ഡിവൈഡഡ് ബൈ 2. ഇനി നമുക്ക് ന്യൂമറേറ്റർ 2 ഔട്ട് സൈഡ് എടുത്താൽ 2 ഇൻറ്റു 2 പ്ലസ് √3 ഡിവൈഡഡ് ബൈ 2. ഈ 2 2 ക്യാൻസൽ ചെയ്താൽ 2 പ്ലസ് √3 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഇനി കോട്ട് 75 എഴുതണം. ടാൻ 75 കണ്ടു. ഇനി അതിൻ്റെ രണ്ടിൻ്റെ സമ്മാണല്ലേ 4 ആണെന്ന് തെളിയിക്കണം. നമുക്ക് ആദ്യം കോട്ട് 75 എഴുതാം. കോട്ട് 75 ഈക്വൽ ടു 1/tan 75. കോട്ട് എന്ന് പറഞ്ഞാൽ 1/tan ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1/2 പ്ലസ് √3 എന്ന് വരും. അപ്പം കോട്ട് 75 കിട്ടി. ഇനി നമുക്കിത് രണ്ടും ആഡ് ചെയ്യാം. ടാൻ 75 പ്ലസ് കോട്ട് 75 ഈക്വൽ ടു
2 plus root 3 plus 1 by 2 plus root 3. അപ്പോൾ നമുക്കിത് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 2 plus root 3 into 2 plus root 3 plus 1 divided by 2 plus root 3 is equal to 2 plus root 3 whole square. 2 plus root 3 whole square plus 1 divided by 2 plus root 3 is equal to 2 square എന്ന് പറയുമ്പോൾ 4 വരും. 4 plus 2 into AB. 2 into 2 root 3. അപ്പം 4 root 3 plus root 3 square. Root 3 square plus 1 divided by 2 plus root 3 is equal to 4 plus 3 plus 1 plus 4 root 3 divided by 2 plus root 3. അപ്പോൾ നമുക്ക് എന്ത് പറ്റി? 4 plus 3 plus 1 root 3 സ്ക്വയർ ആണ് 3 ആവുന്നത്. 8 plus 4 root 3 by 2 plus root 3. ഇത് രണ്ട് കോമൺ ആയിട്ടുള്ള ഫാക്ടറാണ് 4. 4 പുറത്തെടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 2 plus root 3 എന്ന് വരും. 2 plus root 3 divided by 2 plus root 3. ഇത് രണ്ടും ക്യാൻസൽ ചെയ്താൽ 4 എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്രസ് root 3 cos x plus sin x in the form of r of sin of x plus alpha. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. root 3 cos x plus sin x equal to r of sin of x plus alpha. അപ്പോൾ നമുക്കിവിടെ r of x plus alpha എന്നുള്ളതിന് sin of a plus bൻ്റെ എക്സ്പാൻഷൻ കൊടുത്താൽ sin x cos alpha plus cos x sin alpha is equal to r into sin x into cos alpha plus r into cos x into sin alpha. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും sin xൻ്റെ ടേമുകൾ ഇക്വേറ്റ് ചെയ്യാം. cos xൻ്റെ ടേം ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റിംഗ് സിമിലർ ടേം. cos sin xൻ്റെ ടേം എന്ന് പറയുമ്പം ഏതൊക്കെ വരിക? √3 cos x പ്ലസ് sin x ഈക്വൽ ടു. അപ്പോൾ നമുക്ക് ആദ്യം cos xൻ്റെ ടേം ഇക്വേറ്റ് ചെയ്താൽ ഇവിടെ √3 cos x ഈക്വൽ ടു ഇവിടെ cos r ഇൻറ്റു cos x sin ആൽഫയാണ്. r ഇൻറ്റു cos x sin ആൽഫ. ഈ കോസും കോസും ക്യാൻസൽ ചെയ്താൽ √3 ഈക്വൽ ടു r sin ആൽഫ എന്ന് കിട്ടും. 3 ഈക്വൽ ടു r sin ആൽഫ എന്ന് നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് sin xൻ്റെ ടേം ഇക്വേറ്റ് ചെയ്താൽ sin x ഈക്വൽ ടു ഇവിടെ ഏതാ sin xൻ്റെ ടേം? r sin x ഇൻറ്റു കോസ് ആൽഫ. അപ്പോൾ നമുക്ക് സൈനും സൈനും ക്യാൻസൽ ചെയ്ത് എങ്ങനെ കിട്ടും? 1 ഈക്വൽ ടു r കോസ് ആൽഫ എന്ന് കിട്ടും. ഇനി ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് ആറിൻ്റെ ആൽഫിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് പല രീതിയിൽ സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്ക്വയറിങ് ആൻഡ് ആഡിങ് 1 and 2. സ്ക്വയറിങ് and adding 1 and 2. Squaring and add ചെയ്താൽ 1 √3 ൻ്റെ സ്ക്വയർ 3 എന്ന് വരും. 3 plus 1 is equal to r square sin square alpha plus r square cos square alpha. അപ്പോൾ 4 equal to r square sin square alpha plus cos square alpha. Cos square alpha is equal to r square equal to 1 എന്ന് വരും. അപ്പോൾ r equal to നമുക്ക് എന്ത് ചെയ്താൽ r square 4 ആണെങ്കിൽ r equal to +or -2 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് r കിട്ടി.
ഇനി ആൽഫൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഈ ഇക്വേഷനെ നമ്മൾ ഈ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാനാണല്ലോ. അപ്പോൾ ആറിൻ്റെയും ആൽഫൻ്റെയും വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി എന്ത് ചെയ്യാം, ഇക്വേഷൻ 1നെ നമ്മൾ 2 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡിങ് 1/2 implies √3/1 equal to r sin alpha divided by r cos alpha. നമ്മൾ ആറും ക്യാൻസൽ ചെയ്ത implies √3 is equal to tan alpha എന്ന് കിട്ടും. ആൽഫ is equal to tan inverse of √3. tan inverse of √3. അപ്പം tan 60ൻ്റെ വാല്യൂ ആണ് √3 നമുക്കറിയാം. അപ്പോൾ ആൽഫ 60 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, √3 cos x plus sin x ഈക്വൽ ടു ആർ എന്ന് പറയുന്ന സ്ഥാനത്ത് ഇവിടെ ആൽഫൻ്റെ ആറിൻ്റെ വാല്യൂ കൊടുക്കുക. +or-2 sin of x plus 60 ഡിഗ്രി എന്ന് എഴുതാം. Prove that sin theta divided by 1 plus cos theta plus 1 plus cos theta divided by sin theta is equal to 2 cosec theta. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാതെ നമുക്ക് LHS നിന്ന് തുടങ്ങാം. LHS ഈക്വൽ ടു sin theta divided by 1 plus cos theta plus 1 plus cos theta divided by sin theta. ഇതിനെ നമുക്ക് ക്രോസ് ആയിട്ട് ഭിന്ന സംഖ്യയുടെ അഡീഷൻ ആയതുകൊണ്ട് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. sin theta into sin theta sin square theta plus 1 plus cos theta into 1 plus cos theta 1 plus cos theta whole square divided by sin theta into 1 plus cos theta. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്താൽ sin square theta plus ഇതിന് എക്സ്പാൻഷൻ കൊടുക്കാം 1 square plus 2 cos theta 2ab a square plus 2ab plus b square എന്നല്ലേ. അപ്പോൾ a square plus 2a into b. അപ്പോൾ 2 into 1 into cos theta plus cos square theta divided by sin theta into 1 plus cos theta is equal to sin square theta plus cos square theta 1 ആണ്. അപ്പോൾ നമുക്ക് 1 plus 1 plus 2 cos theta divided by sin theta into 1 plus cos theta എന്ന് എഴുതാം. equal to 1 plus 1 2 plus 2 cos theta divided by sin theta into 1 plus cos theta. ഇപ്പോൾ രണ്ടിനും 2 കോമൺ ആയിട്ടുള്ളതാണ്. 2 പുറത്തെടുത്താൽ 2 into 1 plus cos theta divided by sin theta into 1 plus cos theta. ഈ 1 plus cos theta cos theta ക്യാൻസൽ ചെയ്താൽ 2 by sin theta is equal to 2 by sin theta. നമുക്ക് എന്താ തെളിയിക്കേണ്ടത്, 2 into cosec theta 1 by sin theta എന്ന് പറഞ്ഞാൽ cosec theta ആണ്. അപ്പോൾ 2 cosec theta എന്ന് കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ, prove that 1 plus sin a divided by cos a is equal to cos a divided by 1 minus sin a. എങ്ങനെ ചെയ്യാം, LHS ഈക്വൽ ടു LHSൽ നിന്നും RHSൽ നിന്നും നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇവിടെ LHS ഈക്വൽ ടു 1 plus sin a divided by cos a. ഇവിടെ ന്യൂമറേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 2 ടേമാണുള്ളത്. അപ്പം മൾട്ടിപ്ലൈ numerator and denominator by 1 minus sin a. 1 plus sin a into 1 minus sin a divided by cos a into 1 minus sin a. a plus b into a minus b, a square minus b square. അപ്പോൾ 1 square minus sin square a divided by cos a into 1 minus sin a. അപ്പോൾ 1 minus sin square എന്ന് പറഞ്ഞാൽ നമുക്കറിയാം cos square ആണ്. cos square a divided by
കോസ് എ ഇൻറ്റു 1 മൈനസ് സൈൻ എ. അപ്പോൾ ന്യൂമറേറ്ററിൽ 2 കോസും ഡിനോമിനേറ്ററിൽ 1 കോസും ഉണ്ട്. അപ്പോൾ 2 ക്യാൻസൽ ചെയ്താൽ കോസ് എ ഡിവൈഡഡ് ബൈ 1 മൈനസ് സൈൻ എ. അതാണ് നമ്മൾ RHS എടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എ ഡിവൈഡഡ് ബൈ 1 മൈനസ് സൈൻ എ ഈക്വൽ ടു സീക്ക് എ പ്ലസ് ടാൻ എ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് കഴിഞ്ഞ പ്രോബ്ലം ചെയ്തതുപോലെ തന്നെ ചെയ്യാം. LHS ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എ ഡിവൈഡഡ് ബൈ 1 മൈനസ് സൈൻ എ. നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ എ. നമുക്ക് അതിൻ്റെ കോഞ്ചുഗേറ്റ് ഉണ്ട്. ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ, ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് ഉണ്ട്. എന്ത് മൾട്ടിപ്ലൈയിങ് numerator and denominator by 1 plus sin a, root of 1 plus sin a. നമുക്ക് എങ്ങനെ കിട്ടി? റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എ ഇൻറ്റു 1 പ്ലസ് സൈൻ എ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ എ ഇൻറ്റു 1 പ്ലസ് സൈൻ എ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എ ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എ ഈക്വൽ ടു 1 പ്ലസ് സൈൻ എ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ എ ഇൻറ്റു 1 മൈനസ് സൈൻ എ ഇൻറ്റു 1 പ്ലസ് സൈൻ എ. നമുക്ക് ന്യൂമറേറ്ററിൽ സ്ക്വയർ റൂട്ടിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ പോവും. 1 പ്ലസ് സൈൻ എ എന്ന് കിട്ടും. ഡിനോമിനേറ്ററിൽ സ്ക്വയറിൻ്റെ ഉള്ളിൽ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. റൂട്ട് ഓഫ് 1 സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ എ ഈക്വൽ ടു 1 പ്ലസ് സൈൻ എ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് കോസ് സ്ക്വയർ എ ഈക്വൽ ടു 1 പ്ലസ് സൈൻ എ ഡിവൈഡഡ് ബൈ കോസ് എ. നമുക്കിതിനെ എങ്ങനെ എഴുതാം? 1 ബൈ കോസ് എ പ്ലസ് സൈൻ എ ഡിവൈഡഡ് ബൈ കോസ് എ. 1 ബൈ കോസ് എ എന്ന് പറഞ്ഞാൽ സീക്ക് എ, സൈൻ എ ബൈ കോസ് എ ടാൻ എ. ഇതും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, താങ്ക് യു.